രാവിലെ ചായക്ക് ഇതാ കടലയാണ് ഇന്നലെ പുതിർത്തതാണ്. കടല നമ്മളെ വലിയ കടലയില്ലേ, വെള്ളക്കടലയില്ലേ, തോല് കളയുന്നില്ല, തോലില്ലാത്ത കടല അതാണ് ഇത്. മറ്റേ സാധാരണ നമ്മളെ കടലേനേക്കാളും കുറച്ചും കൂടെ ഒരു വലിപ്പമുണ്ട്, ഒരു ടേസ്റ്റ് ഒരു വേറെ തന്നെയാണ് തോന്നുന്നു. പിന്നെ അപ്പം ഇതാണ് ഇന്നത്തെ ചായയുടെ കടി. അരി നല്ല പുതിർത്ത് കുറച്ച് അധികം ആയിപ്പോയി. വെള്ളം കണ്ടോ, വെള്ളം കുറവായിട്ട്. ഇത് പച്ചരിയും പുഴുങ്ങലരിയും കൂടെ ഒരുമിച്ച് പുതിർത്തതാണ്. എന്നാലും ചോറ് കൂട്ടേണ്ട ആവശ്യമില്ല. അങ്ങനെ എല്ലാവരും ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഞാൻ ചെയ്യലില്ലേ, ഞാനിപ്പോൾ അടുത്താണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ചോറ് കൂട്ടുമ്പോൾ ഒരു പശവശപ്പ് അധികമല്ലേ, ഇതാകുമ്പോൾ അങ്ങനെ ആ ഒരു പശവശപ്പ് ഉണ്ടാവില്ല, നല്ല ദോശയായിരിക്കും. സ്വാമിമാരെല്ലാം മലക്ക് പോകുമ്പോൾ തലേ ദിവസത്തെ ചോറ് ഇടൂല എന്നല്ല, അപ്പം ഇങ്ങനെ ഇട്ടാൽ മതി, നല്ല ടേസ്റ്റാണ്. ദേവുട്ടി ഉറക്കം തെളിഞ്ഞ് വന്നിരിക്കുന്ന ഭാഗമാണേ. ദേവു ഒരു പല്ല് തേക്ക്. ചായന്റെ കടി ദോശയും കടലയും. ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് പല്ല് തേക്ക് വേഗം. ഏട്ടനടുത്ത് അമ്പാടിന്റെ വിളിക്ക് പോയിട്ട് ഇതൊക്കെ വേഗം ഞാൻ ദോശയും കടലയാക്കും. എണീറ്റോ ഇത്രയേ ഉള്ളൂ, നിർക്കോലി. ദോശൻ്റെ അരി അരച്ച് വെച്ചിട്ടുണ്ട്. ദോശൻ്റെ അരി കുറച്ച് അടിയായി പോയി മുതിർത്തത്. ഉള്ളിയും പച്ചമുളകും കടലയിലേക്ക് അരിഞ്ഞിരുന്നാണ്. നീ എന്താ പണിയെടുക്കുന്നേ? ഒറ്റക്ക് ചായ എടുക്കലാ? മുള ചായ ഒറ്റക്കുള്ള ചായ എടുക്കല് കടുപ്പുണ്ടാവില്ല. മതി ഇങ്ങോട്ട് ഞാനാക്കി തരാം. എടുത്തിട്ട് പോ വേഗം. സമയം 8 മണിയായി, വേഗം കുടിച്ചോ. വേഗം. അമ്പാടി ദേവട്ടി വേമ്പ സമയായി. അമ്പാടിയെ ദേവ വേമ്പ. വേണ്ടേ കടി കൊണ്ടുതരാം. ദേവടെ ദേവട്ടി മുടി കുത്താണ്ടെന്നാ നല്ല കൊലായില്ലേ? ഗ്രീൻ പീസ് അതായത് മറ്റേ വെള്ളക്കടലയാണ്. ദേവതി വരുന്നുണ്ടാ? യൂണിഫോം ഇടാണ്ട് ദേവുട്ടിക്ക് സ്പോർട്സ് ആണ്, അപ്പൊ അതിന്റെ മേലെ ഇടും. അന്നേരം ആണെന്ന് പിന്നെ വേഗം ഊരിട്ടിടണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ മേലെ അത് യൂണിഫോം ഇടുക. അപ്പൊ അത് യൂണിഫോം അങ്ങ് കഴിച്ചിട്ടേ കുത്തി സമയം കേട്ടാ 10 മിനിറ്റേ ഉള്ളൂ. ദേവി നിന്റെ വാട്ടർ ബോട്ടിലാണ്. വാട്ടർ ബോട്ടിൽ വേഗം വെച്ച് വെക്കണം എന്നിട്ട് പറഞ്ഞില്ലേ? വെള്ളം കൊണ്ടോണ്ട.
നിന്റെ എടുത്തോ മേശ മേശ കൊണ്ടാവും പാട്ടപ്പാട്ട് കഴിച്ചിട്ട് അകത്ത് കൊണ്ടുപോയിക്കോളാം. എന്നാലും ഇനി വെള്ളം എടുത്ത് തരും. ഇന്നോട് എപ്പോഴും വെള്ളം നോക്കില്ല. ഞാൻ എപ്പോൾ ചൂടാക്കുന്നുണ്ടല്ലോ. ഞാൻ വേഗം നിന്ന് 5 മിനിറ്റ് എനിക്ക് ഡ്രസ്സ് വാങ്ങേ. വേഗം വേഗം എന്തോ കാര്യം കാണിക്കാൻ പൈന് പത്തിട്ടു. നീ പോയി വേഗം വെള്ളം എടുത്തോണ്ട് ദേവാ എനിക്ക് എത്ര 25 സമയമുണ്ട് 10 മിനിറ്റ്. കാണില്ല മുടി കെട്ടണ്ടേ? ബെൽറ്റ് എടുത്തത് ബെൽറ്റ്. അമ്പാടീൻ്റെ എല്ലാം വണ്ടി പോകുന്നത് ഇവിടെ മരങ്ങളുള്ളതുകൊണ്ട് കാണാത്തത്. ആ അമ്പാടീൻ്റെ എല്ലാം വണ്ടി പോകുന്നു. ദാടിയാന്ന് വന്ന് നിൽക്കുന്നത്. ഇവിടുന്ന് കാണുന്നില്ല, മരങ്ങളെല്ലാം ചപ്പ് ഇലകളെല്ലാം മറങ്ങിയിട്ട് കാണുന്നില്ല. റോഡടുത്താണ് പക്ഷേങ്കിൽ കാണുന്നില്ല. ദാ പോകുന്നു വണ്ടി. ബാക്കി എല്ലാവരും ചായ കുടി കഴിഞ്ഞ് ഞാൻ ചായ കുടിക്കുന്നതാണ്. അപ്പോൾ അമ്പാടി ചെറുക്കിയും ചായ കുടിച്ച് സ്കൂളിൽ പോയി ശ്രീയാണ്ട് കുടിച്ചു. ഇനിയിപ്പോൾ ഞാൻ കുടിക്കുന്നതാണ്. നമുക്കിന്ന് ചെറിയൊരു പണിയുണ്ട് വിത്തിട്ട്. അപ്പോൾ വേഗം ചായ കുടിച്ചിട്ട് വേണം ആ പണി എടുക്കാൻ. ശ്രീയാട്ടൻ രാവിലെ തന്നെ പറമ്പത്ത് പണി തുടങ്ങി. പുല്ല് വയക്കുന്ന അടിയെ വയക്ക്. ഇങ്ങനെയാ വയക്കുക? വയക്കുമ്പോൾ വൃത്തിക്ക് വയക്ക്. ഇതെന്തിനാ ഇവിടെ വയക്കുന്നിപ്പോൾ? പുല്ല് വന്നിട്ട് കയറി കാട് കയറിയിട്ട് കാണുന്നില്ല. എനിക്കോ വയക്കണ്ട. എനിക്ക് വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ വന്നാൽ മതി. എന്നാ വയക്ക് കൊണ്ടാ ഞാൻ വയക്കാം. വേണ്ട, ഞാൻ ഇതെല്ലാം വാരിയിട്ട് അതിനൊരു വാരിയിട്ട് ആ കഴുങ്ങിൻ്റെ കൊണ്ടൊക്കെ ഇടും. നല്ല ചപ്പും അതെല്ലാം കൂടെ കൊത്തിയിട്ടുണ്ട് അല്ലേ? നല്ല കട്ടിയുള്ള തോലെല്ലാം വയക്കാൻ അതിൻ്റെ അകത്ത് ഉണ്ടാ നോക്ക്. എന്തെന്നുള്ളത് ചപ്പ് നല്ല കട്ടിയുള്ള ചപ്പുവാണോ? ഇത് കവുങ്ങ് തുറന്നിട്ടുണ്ട്. ഇതാ നമ്മളെ മുന്നിൽ തന്നെ ഉണ്ട് കുറച്ച് കവുങ്ങ്. അതിന് തുറന്നതിന് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെച്ച കവുങ്ങ്. മറ്റേ എന്താന്ന് 3 കൊല്ലം കൊണ്ട് അല്ല 1 കൊല്ലം കൊണ്ടാ പറഞ്ഞേ? 3 കൊല്ലം കൊണ്ട് കായ്ക്കെന്ന് പറഞ്ഞ കവുങ്ങാണിത്. 3 കൊല്ലം പോയിട്ട് ഇതിപ്പോൾ 4 കൊല്ലമായി. നോക്കി ഇങ്ങനെ നീണ്ടു പോകുന്നേ ഉള്ളൂ. ഇതുവരെ കായ്ക്കുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. ഇത് കൊത്തിയിട്ട് ഇങ്ങോട്ട് ഈ ചപ്പ് കൊത്തിയിടും. നല്ല ചപ്പലേക്ക് ഇതും കൂടി ഇതും കത്തിക്കോ. ഇതിനെടുത്ത ഒരു കയറിന് തിന്ന് കെട്ടി ഇത് കൂടെ കെട്ടില്ല. തുളസിൻ്റെ താഴെ പൊട്ടിച്ചോണ. അത് അങ്ങ് പൊന്തിപ്പോയല്ലേ? വെള്ളം നനച്ചുട്ടാ ഇത് നശിപ്പിക്കാൻ നല്ല സാധനം. നല്ല ഐശ്വര്യം. ഇതൊന്ന് ശ്വസിച്ചാൽ തന്നെ നല്ല ഒരു മണം. മണം തന്നെ ഭംഗി പോയി. ഇല്ല, അതങ്ങനെ പോകൂല. അത് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇതിൽ വരും. കുടിക്കാനാണ് ഇത്. ആവി പിടിക്കാനും തലവേദനക്കെല്ലാം നല്ല സാധനമാണ്. നെറ്റിയിലിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ മൂക്കിൽ വലിക്കാൻ വന്ന സാധനം കണ്ടതാ ഈ സാധനം. ഇല്ല, അതായിക്കോളൂ.
അങ്ങൂല നനച്ചെടുത്താൽ പുല്ലായിട്ട് ഇതുപോലെ പ്ലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ പുല്ല് പോകുന്നു പറഞ്ഞുകൊണ്ട് നമ്മൾ പ്ലാസ്റ്റിക് ഇടണം. നേരെ തിരിച്ചിടേനു അല്ലേ? കറുപ്പ് ഭാഗം ഇലയായിട്ട് ഈ പുല്ല് എങ്ങനെ വരും നമുക്ക് നോക്കാം. പുല്ലാണെങ്കിൽ ഒരു ജാതി പറിച്ചാൽ കിട്ടാത്തൊരു പുല്ല്. ഇതിൻ്റെ അടിയിൽ വല്ല പാമ്പാറ്റം കൂടിയാൽ കാണൂല കേട്ടോ. അത്രേ വേണ്ടു, അത്ര മതി. ബാക്കി അങ്ങോട്ട് അധികം പുല്ല് വരലില്ല, ഈ ഭാഗത്താണ് അധികം പുല്ല്. ഇതെല്ലാം വേണ്ടാത്ത ചെടികളാണ് ഈ ഭാഗത്ത്. ഇതെല്ലാം കളഞ്ഞിട്ട് ഇതൊരു കുറച്ച് പൂന്തോട്ടാക്കണം. ഇതെല്ലാം വൃത്തിയാക്ക്, ഇറക്കി ഇതെല്ലാം ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അതിൽ കാന്താരി ഒന്നും ഇല്ല. നടുവൊന്നും വേണ്ട, അങ്ങ് ചാടിയ കാതരയാ ചെത്താനില്ല, കൈയോണ്ട് പറിക്കാനാണ് കത്തി എടുത്തു. ജെല്ലി ഇങ്ങോട്ട് വിളിക്കണം. ചെടിയാണ് നല്ല മുറിച്ചിട്ട് നല്ല ലെവലാണ്. കാട് പോലെ ഫുള്ള്. അപ്പം നമ്മൾ പൂന്തോട്ടത്തിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുള്ളത്, എനിക്ക് അവിടെ ഒരു പൂന്തോട്ടം വേണമെന്ന് കുറേ നാളായിട്ട് ഞാനിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേങ്കിൽ ഒറ്റക്കാക്കാൻ ആവില്ല, അതുകൊണ്ടാണ് ശ്രീയാനുള്ള സമയം നോക്കിയിട്ട് ആക്കുന്നതാണ്. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ നമ്മളെ മുറ്റത്തിങ്ങനെ പിന്നെ വീട്ടിൽ കൂടലിൻ്റെ ആ സമയത്ത് ജെല്ലി ഇട്ടതാണ്. കുറേ ജെല്ലിയെല്ലാം മഴക്ക് നല്ല വെള്ളം വന്ന സമയത്തെല്ലാം കുറേ പോയി, കുറേ അടയുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു തൂമ്പ ഒരു കൈക്കോട്ട് കൊണ്ട് നമ്മൾ വലിച്ച് ഇങ്ങോട്ടാക്കിയിട്ട്, അങ്ങനെ അധികം സ്ഥലമില്ല, കുറച്ച് സ്ഥലമേ ഉള്ളൂ മുറ്റത്തിനധികം. ഒരു പൂന്തോട്ടം ആക്കേണ്ട അത്ര വീതിയൊന്നുമില്ല, എന്നാലും ഉള്ള സ്ഥലം കുറച്ച് സ്ഥലത്തിനൊക്കെ ഒരു ചെടി വേണം, കുറച്ച് ചെടി വേണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊന്നും ചെടികളില്ല. എൻ്റെ ഉള്ളതെല്ലാം പോയി. ഇപ്പോൾ അതിനെ ഒന്നും കൂടെ നമുക്കൊരിതാക്കി എടുക്കണം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് സ്ഥലത്ത് പൂന്തോട്ടമാക്കാമെന്ന് വെച്ചിട്ട് അവിടെ ഇങ്ങനെ വൃത്തിയാക്കണം. അപ്പം ഈ ജമന്തിയും പോട്ടെ, മറ്റേ എന്നാ അതിന് പറയുക, സൂര്യകാന്തിൻ്റെ ഒരു ഇതില്ലേ എല്ലായിടക്കും കാണുന്ന പല ഓറഞ്ചും മഞ്ഞയും കളറുള്ള അതിൻ്റെ ഒരു തൈ ഉണ്ടായിരുന്നു അവിടെ. അതെല്ലാം ഞാനത് പറിച്ച് കളഞ്ഞു, അതൊന്നും വേണ്ടാന്ന് വെച്ചിട്ട്. പിന്നെ കുറച്ച് ഓർക്കിഡ് ഉണ്ട്, റോസ് ഉണ്ട്, പിന്നെ നല്ലൊരു മല്ലിക ഉണ്ട്, അതിന് മഞ്ഞ, അത് പിന്നെ കളയാൻ തോന്നില്ല, അത് മാത്രം അവിടെ വെച്ച്. ബാക്കിയെല്ലാം ഓർക്കിഡിൻ്റെ വേണ്ടാത്ത തൈയും അത് ഇതുമെല്ലാം കളഞ്ഞ്. അപ്പോൾ അടുത്ത ജെല്ലി തേച്ച് ഇങ്ങ് സൈഡിലേക്ക് മാറ്റി തന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആ ജെല്ലി അടിയിൽ എന്നാലും ഉണ്ട്, അത് ഒരു ചെറിയൊരു കുറ്റി ചൂലും കൊണ്ട് അടിച്ച് വൃത്തിയാക്കി എടുക്കലാണ്. അപ്പോൾ ഏകദേശം നമുക്കൊരു ചെടിയെല്ലാം നടാൻ ഞാൻ ഉദ്ദേശിച്ച ആ സ്ഥലം വരെ നന്നായിട്ടൊന്ന് അടിച്ചിട്ട് ഇനി അതൊന്ന് കൊത്തിയിടണം. പക്ഷേ കൊത്തിയിടാൻ നോക്കുമ്പോൾ ഭയങ്കര ഉറപ്പാണ്, മണ്ണ് ഇളകുന്നില്ല. എന്നാലും ഞാൻ കുറച്ച് പൊങ്ങി നിൽക്കുന്ന കുറച്ച് സ്ഥലമുണ്ട്, നമ്മളവിടെ ജലനിധീൻ്റെ പൈപ്പ് കണ്ട അവിടെ വെച്ചിട്ട്. അപ്പോൾ അവിടെ അവർ ഇങ്ങനെ കൊത്തി ഇട്ടതുകൊണ്ട് കുറച്ചൊരു ഇളക്കം ഉണ്ടായിരുന്നു മണ്ണിന്. അവിടെ മാത്രം കുറച്ചൊന്ന് ലെവലാക്കി വെച്ച് അപ്പോൾ നമ്മൾ ഏകദേശം ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ കല്ലൊന്നും ഇല്ല കൊണ്ടുവന്ന്, ഇനി ഇതെല്ലാം എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വെക്കണം, മണ്ണിടണം. ഇതിൽ ബക്കറ്റിലാക്കിയിട്ട് വെക്കണമെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ മണ്ണിടണം. അടുത്ത് ജെല്ലി തേച്ച് ഇങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി വെച്ച്. ഇനിയിപ്പോൾ അത്രയും സ്ഥലമുള്ളൂ നമുക്ക് മുറ്റത്തിന്, അത്രയും സൗകര്യമുള്ളൂ, ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും സ്ഥലത്ത് നമുക്ക് ഒന്നിക്ക് ബക്കറ്റിലാക്കിയിട്ട് നടുക. നല്ല റോസിൻ്റെ എല്ലാം വാങ്ങണം, കുറച്ചെല്ലാം ഇവിടെയുണ്ട്, ഞാൻ നട്ട് പിടിപ്പിച്ച് ഇതെല്ലാം എടുത്ത് വെക്കണം. അപ്പോൾ ഇതേനും ഇന്നത്തെ പണിയെന്ന് ഞാൻ പറഞ്ഞത്. ഫുള്ളൊന്നും ആക്കിയിട്ടില്ല, ഇനി ചെടിയെല്ലാം പിടിപ്പിച്ചിട്ടാകുമ്പോൾ കാണിച്ചു തരാം. പണിയെടുത്ത് തളർന്നു പോലും ഇനി എന്നെ കിട്ടൂല എന്നും പറഞ്ഞതാ മൊബൈലിൽ കളിക്കുന്നു. ഇനി കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. ഇതാ ഈ ഭാഗം കൂടെ കുറച്ച് ചെത്താനുണ്ട്. ഇങ്ങനെ ഈ വഴിക്ക് ഇതിലേ കൂടെ ഈ പുല്ലും കൂടെ ചെത്തിയിട്ടാകുമ്പോൾ ഇവിടെ നല്ല മറ്റേ കളറ് പുല്ലില്ലേ, അത് നട്ടിട്ട് ഒരേപോലെ മുറിച്ച് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. അത് ചെത്താൻ പറഞ്ഞിട്ടാണ്
പോയിരിക്കുന്നത് കണ്ട. ഇതും കൂടെ ചെത്തിട്ടാ കണ്ട പിന്നെ ആക്കാം. അപ്പോൾ നമ്മളിനി ഇവിടെ കുറച്ച് ചെടി നടാനാണ് ഉദ്ദേശിക്കുന്നത്. അത്രയേ ഉള്ളൂ മുറ്റം. അധികം ഇങ്ങോട്ട് നമുക്ക് വെക്കാൻ പറ്റില്ല. ഇത്രയേ നമുക്ക് വീതി കിട്ടുന്നുള്ളൂ മുറ്റത്ത്. അപ്പോൾ ഇത്രയേ നമുക്ക് ചെടിയെല്ലാം നടാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും ഉള്ള സ്ഥലത്ത് നമ്മൾ ചെറിയൊരു പൂന്തോട്ടം വെക്കാനാണ് തീരുമാനിച്ചു. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ പണി. ഇന്ന് രാവിലെ ഉള്ള പണിയാണിത്. 2-3 കവുങ്ങുണ്ടേനു, അത് തുറന്ന് വെച്ചതാണ്. അതിന് തോലെല്ലാം ഇട്ട്, തോലെന്ന് പറയുന്നത് നമ്മളിങ്ങനെ ചപ്പിടുന്നതിനാണ് തോലിടുന്നതെന്ന് പറയുക. ഓരോ സ്ഥലത്ത് ഓരോന്നാണ് പറയുക. ഇതെല്ലാം പക്ഷെ ഉറച്ചു പോയി. അതിൻ്റെ അടിയിൽ അങ്ങനെ ഒന്നുണ്ടല്ലേ? ആ അപ്പം ഞാൻ അവിടെ സൈഡിൽ നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന ആ ചെടിച്ചട്ടിയെല്ലാം ലെവലാക്കി അവിടെ വെച്ചിട്ടുണ്ട്. കല്ലില്ലാത്തതുകൊണ്ട് ഏകദേശം ആ ലെവലിൽ. ഇനി കുറച്ച് ചട്ടികളും കൂടെ വാങ്ങി പനിനീര് വേറെ പുതിയ ചെടികളെല്ലാം ഉണ്ടെങ്കിൽ വെച്ച് പിടിപ്പിക്കണം. അപ്പോൾ എല്ലാം മുറ്റമെല്ലാം ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ട്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇതേനും ഞാൻ ചെറിയ പണിയുണ്ട് എന്ന് പറഞ്ഞത്, നമ്മൾ മുറ്റത്ത് കുറച്ചൊരു ഉള്ള സ്ഥലം കുറച്ച് ഭാഗം ഒരു ചെടിയാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജെല്ലിയെല്ലാം ഇങ്ങോട്ടാക്കിയിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചെടിയാണ് ഇനി വേണ്ടത്. കുറച്ച് ചെടി ഇതുണ്ട്, അതിൻ്റെ അന്നെല്ലാം മുറിച്ചിട്ടെല്ലാം നടണം. നട്ട് നനച്ച് നല്ല വൃത്തിക്ക് നല്ലൊരു പൂന്തോട്ടാക്കി എടുക്കണം എന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. രാവിലത്തെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തിട്ടതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.